ലോക ചാമ്പ്യനെ 80 മിനിറ്റ് 2 ഗോളുകൾക്ക് പിന്നിലാക്കി ഈജിപ്ത് നടത്തിയ മിന്നുന്ന പ്രകടനം. ലോകകപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരമായിരുന്നു ഈജിപ്തും അർജന്റീനയും തമ്മിലെ പോരാട്ടം. തോറ്റുപോയെങ്കിലും അറബ് ജനതയുടെ ഉള്ളിൽ ഇപ്പോഴും ഈജിപ്താണ് ചാമ്പ്യന്മാർ. അവരാണ് ഹീറോകൾ. മനസ്സ് കീഴടക്കിയാണ് ഫറോവയുടെ പോരാളികൾ മടങ്ങുന്നത്. വിശ്വമേളയുടെ മൈതാനത്ത് മറക്കാനാവാത്ത വീരഗാഥകളിൽ ഒന്ന് രചിച്ചാണ് മടക്കം. ദുബായ് ഭരണാധികാരിയുടെ വാക്കുകൾ കടമെടുത്താൽ നിങ്ങൾ വീരന്മാരായി തന്നെ നിങ്ങളുടെ അറബ് മണ്ണിലേക്ക് തിരിച്ചെത്തും. UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ വലിയ ആഘോഷ പരിപാടികളാണ് മത്സരത്തോടനുബന്ധിച്ചൊരുക്കിയത്. ബുർജ് ഖലീഫയിൽ ഉൾപ്പെടെ ആശംസ അറിയിച്ച് ഈജിപ്തിന്റെ പതാക പാറി. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഈജിപ്തിന്റെ മുന്നേറ്റത്തിന് പിന്നാലെ വലിയ ആഘോഷങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ നടന്നത്. മത്സരാവസാനം പരാജയമാണ് കാത്തിരുന്നതെങ്കിലും ഫറോവമാരുടെ പോരാട്ടം അക്ഷരാർത്ഥത്തിൽ മനസ്സ് കീഴടക്കി. വിശ്വപോരാളിപ്പട്ടം തലയിൽ ചാർത്തുന്ന മിഷിഹായെയും സംഘത്തെയും നെഞ്ചിടിപ്പിന്റെ പുതിയൊരു താളം അവർ പഠിപ്പിച്ചു. ആ കണ്ണുകളിൽ തോൽവിയുടെ നനവായിരുന്നില്ല, മറിച്ച് യുദ്ധഭൂമിയിൽ വീരമൃത്യു വരിച്ച പോരാളികളുടെ ചങ്കുറപ്പാണ് തെളിഞ്ഞു നിന്നത്. ആ കൈപ്പേറിയ തോൽവിയിലും അവർ തലയുയർത്തിപ്പിടിച്ചു തന്നെ നടന്നു. കാരണം വീണത് തകർക്കപ്പെടാനല്ല, മറിച്ച് തലമുറകൾക്ക് ആവേശം പകരുന്നൊരു പുതിയ ചരിത്രം രചിക്കാൻ. ആ പോരാട്ട വീരത്തെക്കുറിച്ച് അർജന്റീനിയൻ ആരാധകർക്ക് പോലും മറിച്ചൊരഭിപ്രായമില്ല. മുഹമ്മദ് സലാം നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഈ മത്സരത്തിലല്ല, ഈ ടൂർണമെന്റ് ഉടനീളമുള്ള എല്ലാ പ്രകടനങ്ങളും ഈ മത്സരം അതിഗംഭീരമായിട്ട് പ്രകടനമാണ്. മുഹമ്മദ് സലാം മാത്രമല്ല, ടീം ഈജിപ്റ്റ് പൊതുവെ അതിഗംഭീര പ്രകടനമായിരുന്നു. പലപ്പോഴും നമ്മൾ പറയാതെ പോകുന്നൊരു മുഹമ്മദ് സലാം എന്നൊരു മഹാനായ കളിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അതും അദ്ദേഹത്തിൻ്റെ സ്പീഡിനോട് മാച്ച് ചെയ്യാവുന്ന എത്ര കളിക്കാരുണ്ട് ഈ കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ടി വരും. മുഹമ്മദ് സലാം മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ആർമിയാണത്. അത് ചെറുതൊന്നുമല്ല. പക്ഷേ എന്ന് മാത്രമല്ല, ഇന്ന് ആദ്യത്തെ കുറച്ച് നേരം അർജന്റീന ഒട്ടുമുക്കും മങ്ങിപ്പോയ ഒരു കളി തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2 ഗോൾ വന്ന് വീണ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ തിരിച്ചു വന്നു. എനിക്ക് സന്തോഷമുണ്ട് അർജന്റീന ജയിക്കുന്നതിൽ. പക്ഷേ അതിനപ്പുറത്ത് എനിക്ക് അതിനേക്കാളുള്ള സന്തോഷം ഈജിപ്റ്റ് ശരിക്കും ആഫ്രിക്കയിൽ നിന്ന് വന്ന ടീം, ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ടീമുകൾ അതിശക്തരായി ലോക നിലവാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ബ്രാൻഡഡ് ടീമുകൾക്ക് നേരെ ഇത്രയ്ക്ക് ശക്തിയായി പിടിച്ചു നിൽക്കുന്ന വലിയൊരു കാര്യമാണ്. ഈജിപ്ത് ശരിക്കും ആദ്യം മുതൽ തന്നെ ആക്രമണ രീതിയിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈജിപ്തിനെ നമുക്കറിയാം, നമ്മൾ ഈ ടൂർണമെന്റിലെ ഒരു പുതിയ ടീം എന്നുള്ളതിനപ്പുറത്ത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഒരുപാട് അവർക്ക് എന്ത് കിട്ടിയാലും ലാഭമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അവസാനം വരെ അവർ ആക്രമിച്ച് കളിച്ചു, നല്ല രീതിയിൽ കളിച്ചു. ആദ്യ പകുതിയിൽ ഈജിപ്റ്റായിരുന്നു 2 ഗോളിന് മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മെസ്സി ഉണ്ട്, അതുപോലെ തന്നെ അൽവാരസ് ഉണ്ട്, ഒരുപാട് കളിക്കാർ നമ്മൾ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. പക്ഷേ ഇവരെല്ലാവരും എണ്ണം പറഞ്ഞ കളിക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിന് നമുക്ക് സംബന്ധിച്ചിടത്തോളം 100% വിശ്വാസം ഉണ്ടായിരുന്നു. അത് തീർച്ചയായും അവർ വിജയിക്കുകയും ചെയ്തു. ഈജിപ്തിൻ്റെ കളി ഇതുവരെ കളിച്ചതിലും നല്ല കളിയാണ് കളിച്ചിരുന്നത്. സലാഹ് കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല കളിയാണ് കളിച്ചിരുന്നത്. പക്ഷേ അവർ ഫൗളൊന്നും കാര്യമായി വരുത്തിയില്ലെങ്കിലും നല്ല കളിയാണ് കളിച്ചിട്ടുള്ളത്. അവർ ഫുട്ബോളിനനുസരിച്ചുള്ള ഇന്നത്തെ അർജന്റീനയ്ക്കെതിരെ കളിക്കേണ്ട ഈ ക്ലാസ് കളി തന്നെയാണ് അവർ കളിച്ചിട്ടുള്ളത്. ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മാച്ചായിരുന്നു ഈജിപ്തും അർജന്റീനയും തമ്മിലുള്ള. ആദ്യം മുന്നിട്ട് നിന്ന ഈജിപ്റ്റ് 70-ാം മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഡിഫൻസീവ് പോയി, പിന്നെ ഒന്ന് ഡൗൺ ആവുകയും ചെയ്തു. അപ്പോൾ തന്നെ അർജന്റീന മെസ്സിയുടെ ടീം അവരെ 2-2 ഡ്രോ ആക്കുകയും, പിന്നെ ഒരു അൺലക്ക് എന്ന് പറയുന്നത് ആ ഓവറിൽ ഈജിപ്തിൻ്റെ ഒരു ഗോൾ മിസ്സായി. പിന്നെ തേർഡ് ഗോൾ നമ്മൾ പറയേണ്ടതല്ല, നല്ലൊരു ഹെഡറായിരുന്നു. അർജന്റീന നന്നായിട്ട് കളിച്ചു. ലോകം മുഴുവൻ പ്രതിസന്ധി ഘട്ടത്തിൽ ഉള്ള സമയത്ത് ഈ സ്പോർട്സ് എത്രമാത്രമാണ് ജനങ്ങളിലേക്ക് എത്തുന്നതെന്നും ലോകരാഷ്ട്രങ്ങളെ ഏത് രീതിയിലാണ് അത് കൂട്ടിയിണക്കുന്നതിൻ്റെ തെളിവാണ്. അങ്ങെവിടെയോ ഉള്ള അർജന്റീനയ്ക്ക് വേണ്ടി കേരളത്തിലും ഗൾഫിലുമുള്ള മലയാളികൾ ആവേശം കൊള്ളുമ്പോൾ അത് ഫുട്ബോളിനോടുള്ള ആവേശമാണ്. വാളുകൾ താഴെ വെച്ചാലും പോരാളികളുടെ ആത്മാവ് ഒരിക്കലും തോൽക്കാറില്ല. അടുത്ത വേൾഡ് കപ്പിലും ഈ ചുവപ്പ് കുപ്പായക്കാർ വീണ്ടും വരും. ഇതേ കരുത്തോടെ, ഇതിലും വലിയ വീര്യത്തോടെ.
ആ നിമിഷങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് UAE ഉൾപ്പെടെയുള്ള ആരാധകർ.